അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, പ്രവാചകന്റെ അധ്യാപനമാണ്. ഖുർആനിലെ പ്രവാചകൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇങ്ങനൊരു പ്രവാചകനെയാണ്. സമുദായത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ റസൂൽ അതീവ ദുഃഖിതനാണ്. അത് പ്രവാചകൻ ആ സമുദായത്തിലുള്ള സമൂഹത്തിലുള്ള പാവപ്പെട്ട സഹാബത്തിനോട് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ എന്റെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇരുന്ന് കരയാണ്. എന്തോർത്തിട്ടാ കരയുന്നത്? എന്റെ സഹോദരങ്ങളെ, പ്രവാചകന്റെ കരങ്ങളിലേക്ക് നോക്കുമ്പോ അള്ളാന്റെ വിശുദ്ധമായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് കയ്യിലിരിക്കുകയാണ്. ആ ഖുർആന് നിവർത്തി ഓതിക്കൊണ്ട് റസൂലുള്ളാഹി കരയുന്നത്. ഈ കരച്ചിൽ കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് നബിയെ അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയോട് പറയുകയാണ്, ആയിഷ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനില് നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഇബ്രാഹീം നബി, ഈസാ നബി തന്റെ അനുയായികൾക്ക്, തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കെതിരെ ശബ്ദിക്കുന്നതോർത്ത് വിശുദ്ധമായ ഖുർആനിന്റെ പരാമർശമുണ്ട്. ആ പരാമർശം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാന്റെ റസൂല് ഓതിയിട്ട് പൊട്ടി കരഞ്ഞു പോവുകയാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇബ്രാഹീം നബിയും ഈസാ നബിയും നാളെ പരലോകത്ത് തന്റെ അനുയായികൾക്കെതിരെ ശബ്ദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്താണ്? അല്ലാഹുവേ, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബഅനി ഫഇന്നഹു മിന്നി. റബ്ബേ, എന്നെ ആര് പിൻപറ്റി അവരുടെ കാര്യം മാത്രം എനിക്കറിയാം, ബാക്കി ആരുടെ വിഷയം എനിക്കറിയില്ല. ഇബ്രാഹീം നബി റബ്ബിന്റെ മുമ്പിൽ സ്വന്തം സമുദായത്തെ കൈയൊഴിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരെന്നെ പിൻപറ്റി അവരുടെ കാര്യം മാത്രം എനിക്കറിയാം, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട എന്ന് ഇബ്രാഹീം നബി പറയുമ്പോൾ ഈസാ നബി പറയുന്നത് മഴ തന്നെയാണ്. ഈസാ നബി പറയും, അല്ലാഹുവേ, ഇൻ തുഅദിബുഹും ഫഇന്നഹും ഇബാദുക, ഇൻ തുഅദിബുഹും ഫഇന്നഹും ഇബാദുക. അല്ലാഹുവേ, നീ നിന്റെ ദാസന്മാരെ ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിച്ചോ, ആരും ചോദിക്കാറില്ല, നിന്റെ പ്രിയപ്പെട്ട അടിമകളാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നിന്റെ അടിമകളെ വേണമെങ്കിൽ ശിക്ഷിച്ചോ, കുഴപ്പമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ ഈസ നബി ദുആരക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകനെ ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടി കരയുകയാണ്. ആയിഷ ചോദിക്കും, നബിയെ, നിങ്ങളെന്താ കരയുന്നത്? ആ സന്ദർഭത്തിൽ പൊന്നുമോളെ ആയിഷ, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ, ആരെ ഓർത്തിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഏത് തിന്മയുടെ പിറകെയും പരക്കം പാകുന്നതിനൊന്നും മുസ്ലിങ്ങളുണ്ട്. എന്റെ സഹോദരങ്ങളെ, നല്ല ജീവിതം കാണിച്ചു കൊടുക്കേണ്ട മുസ്ലിം ഇന്ന് മുഴുവൻ തിന്മയുടെ പിറകെ പോവുകയാണ്. ഇന്ന് മുഴുവൻ തിന്മകളുടെ പിറകെ പരക്കം പായുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടി കരയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടമര വിയർക്കുകയാണ്. എന്നിൽ നിന്ന് മണ്ണിലോട്ട് കടന്നു വന്ന് ജിബ്രീൽ ഓതിക്കൊടുക്കുകയാണ്, ഇന്നാ സനുറീക ഫീ ഉമ്മതിക, നബിയെ ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, അങ്ങയുടെ സമുദായത്തിൽ പിന്നെ അല്ലാഹു തൃപ്തിപ്പെടുത്തും. വിഷമിക്കണ്ട, അങ്ങക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള, ശുപാർശ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു തന്നിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് വേദനിക്കണ്ട. ഏത് സമുദായത്തെ ഏത് പ്രവാചകന്മാർ തള്ളി പറഞ്ഞാലും അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും അല്ലാഹു തആല പാഴാക്കി കളയൂല. അങ്ങക്ക് അവരെ ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശയിലൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു അവസരം അല്ലാഹു തരികയാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകന്മാര് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സുജൂദിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ. ഏത് പ്രവാചകനാണ് എന്റെ സഹോദരങ്ങളെ? ഈ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടല്ലേ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇത്രയും കേട്ടപ്പോൾ നബിതങ്ങളോട് പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആരക്കണം, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറയാണ്, എനിക്ക് വേണ്ടി ദുആരക്കണം. എത്ര ഭാര്യമാര് ഭർത്താവിനോട് പറയും പ്രാർത്ഥിക്കണം, എത്ര ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയും പ്രാർത്ഥിക്കാൻ. എന്റെ സഹോദരങ്ങളെ, ദുനിയാവില് നമുക്ക് നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യയോടൊത്തുള്ള മക്കളോടൊത്തുള്ള ജീവിതം നാളെ പരലോകത്തിൽ കിട്ടണമെങ്കിൽ നല്ല ഭവനം നമ്മുടെ വീട്ടിലുണ്ടാകണം. നല്ല ഭവനം, സന്തുഷ്ട ഭവനമായി നമ്മുടെ വീട് മാറണം. ഇൻഷാ അല്ലാഹ് പരിസരത്ത് വരുമ്പോ സന്തുഷ്ട ഭവനം എന്ന വിഷയത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം.
അതായത് നമ്മുടെ ഭാര്യയും നമ്മൾ തമ്മിൽ എന്റെ സഹോദരങ്ങളെ പരസ്പരം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയോട് പറയാണ്, ആയിഷ ബീവി, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ദുആരക്കുകയാണ്. ആയിഷ എന്ന പ്രിയപ്പെട്ടവൾ ദുആരക്കാൻ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആരക്കുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻഹാ വമാ അല്ലാഹുവിന്റെ റസൂൽ ദുആരക്കുകയാണ്, അല്ലാഹുവേ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണമല്ല. ആയിഷ മുമ്പ് ചെയ്ത പാപങ്ങള്, അല്ലാഹുവേ ആയിഷന് ചെയ്യാൻ പോകുന്ന പാപങ്ങള്, അവള് രഹസ്യമായി പരസ്യമായി ചെയ്ത പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കണമല്ല, പുറത്തു കൊടുക്കണേ തമ്പുരാനെ എന്ന് ദുആരക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഈ ദുആ കേട്ടപ്പോൾ ആയിഷ കുലുങ്ങിച്ചിരിക്കുകയാണ്. ശരീരം മുഴുവൻ കുലുങ്ങുമാർ ആയിഷ ബീവി ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആയിഷ ചിരിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ ദർബാറിലേക്ക് റസൂലുള്ളാഹി ദുആരെന്നാൽ നിങ്ങൾ ഇറങ്ങിയാളാ കൈവലിക്കുന്നതിന് മുമ്പ് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ദുആരെന്നത് കഴിഞ്ഞുപോയ പാപങ്ങൾ, ഇനി വരാനുള്ള പാപങ്ങള്, രഹസ്യമായ പരസ്യമായ പാപങ്ങളെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആയിഷക്ക് സന്തോഷമായി. ആയിഷ ബീവി ചിരിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നറിയോ? ഹദീസിലെ കാണാൻ കഴിയും, ആയിഷാന്റെ തല വന്നിട്ട് മടിത്തട്ടിലടിച്ചു. ആയിഷാന്റെ തല വന്നിട്ട് മടിയിലടിച്ചു എന്നാണ്. ആയിഷാന്റെ മടിത്തട്ടിൽ തല വന്നിട്ട് അടിച്ച് അത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ കുലുങ്ങി ചിരിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ചിരി കണ്ടപ്പോൾ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ചോദിച്ചു അത്രേ, ആയിഷ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത ദുആ നിനക്ക് ഇഷ്ടപ്പെട്ടു? ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത ദുആ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, നബിയെ ഇതിൽ കൂടുതൽ എന്തു വേണം എനിക്ക്? ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? കാരണം എന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാം അങ്ങ് അള്ളാഹിനോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടില്ലേ? ഇതിനപ്പുറം എനിക്ക് എന്താ വരാനുള്ളതെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അനുയായികളായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്ന മഹത്വം എത്രയെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് ആ സന്ദർഭത്തിൽ ആയിഷയോട് പറഞ്ഞ വാക്കാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ നിന്റെ മുൻപാപങ്ങള് പിൻപാപങ്ങള് രഹസ്യമായി പരസ്യമായി ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചല്ലോ ആയിഷ. ഫവല്ലാഹി ലദഅവതി ഫീ കുല്ലി സ്വലാത്തിൻ ലിഉമ്മതി, എന്റെ സമുദായത്തിന് 5 നേരത്തെ നമസ്കാരത്തിൽ എന്റെ പ്രിയപ്പെട്ട ആയിഷ ഞാൻ ദുആരക്കുകയാണ്. 5 നേരത്തെ നമസ്കാരത്തിൽ ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി ദുആരക്കുകയാണ്. അല്ലാഹുമ്മ اغفر لأمتي اللهم اغفر لأمتي ما تقدم من ذنبها وما تأخرها. അല്ലാഹുവേ സമുദായത്തിലുള്ള ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ അവർ ചെയ്ത വൻപാപങ്ങളും ചെറിയ പാപങ്ങളും രഹസ്യമായ പാപങ്ങളും പരസ്യമായ പാപങ്ങളും എല്ലാം നീ പുറത്തു കൊടുക്കണമല്ല, പുറത്തു കൊടുക്കണമോ തമ്പുരാനെ എന്ന് അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പറയും. 5 നേര നമസ്കാരത്തിൽ ഞാൻ ദുആരക്കുന്നതാണ്. 5 നേരത്തിന്റെ 5 നേരത്തെ നമസ്കാരം. ഇതിലോട്ടുള്ള വോളിയം കൂട്ടി വെച്ചു, ഇങ്ങോട്ടുള്ള കൂട്ടി വെച്ചു, ഇത് ഉറങ്ങല്ലേ, ഇങ്ങോട്ടുള്ള കൂട്ടി. 5 നേരത്തെ നമസ്കാരത്തിലും ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി ദുആരക്കണം എന്ന് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറയാണ്. എന്റെ സഹോദരൻ, നമ്മൾ ദുആരക്കും നമുക്ക് വേണ്ടിയിട്ട്. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പൊടി നട്ടിട്ട് ഇറങ്ങി ഓടുന്നതല്ല, നമുക്ക് വേണ്ടി നമ്മൾ ദുആരക്കും. 5 നേരത്തെ നമസ്കാരത്തിൽ അള്ളാന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആരക്കും. എന്തുകൊണ്ടാണ്? നമ്മളോട് അത്രത്തോളം സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ടവർ. അതാണ് 3ാമത്തെ വിശദീകരണം. അതാണ് 3ാമത്തത്. 2, നമുക്ക് എന്ത് ദുഃഖം വന്നാലും എന്ത് പ്രയാസം വന്നാലും അള്ളാന്റെ റസൂൽ അതീവ ദുഃഖിതനാണ് ആ വിഷയത്തിൽ. 3 ചുരുക്കി ഞാൻ പറയാൻ, 3ാമത് അല്ലാഹു പറയുന്ന 3ാമത്തേത് ഹരീസുൻ അലൈക്കും, ഈ സമുദായത്തിന് സന്തോഷം വന്നാലും അതിൽ അതീവ സന്തുഷ്ടനാണ് അള്ളാന്റെ റസൂൽ. ഈ സമൂഹത്തിനെന്ത് സന്തോഷം വരട്ടെ, അല്ലാഹുവിന്റെ റസൂൽ അതിൽ സന്തോഷവാനാണ്, അല്ലാഹുവിന്റെ റസൂൽ. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, ഈ സമുദായത്തെ എവിടെയാ
തമ്പുരാന്റെ മുമ്പിൽ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് മറന്നില്ലല്ലോ. എവിടെയും അല്ലാഹുവിന്റെ റസൂല് മറന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടെയായി സമുദായത്തെ മറന്നുപോയത്? മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞത് ഉസീകും ഉമ്മത്തി ബിസ്സലാ, ഉസീകും ബിസ്സലാ. സമുദായമേ, നമസ്കാരം നിങ്ങൾ ഗൗനിക്കണം, നമസ്കാരം ഗൗനിക്കണം. അവസാന ശ്വാസത്തിൽ പോലും ഈ സമുദായത്തെ മറന്നിട്ടില്ല. അള്ളാനെ കാണാൻ പോയ ആ യാത്രയിൽ നമ്മളെ മറന്നോ? നമ്മൾ പ്രധാനപ്പെട്ട ഒരാളിനെ കാണാൻ പോകുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, നമ്മൾ ആ പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ പോകുമ്പോൾ നമ്മളോട് ആരെങ്കിലും പറഞ്ഞു വിടാൻ, ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നമ്മൾ